മറ്റ് ചില വാർത്തകൾ കൂടി നോക്കാം. ഇ ഡി ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ പ്രതികളായ CPM പ്രവർത്തകരുടെ ജാമ്യാപേക്ഷയെ ഹൈക്കോടതിയിൽ എതിർത്ത ഇ ഡി പരിശോധനയ്ക്ക് ശേഷം അടങ്ങിയ ഉദ്യോഗസ്ഥരെ കല്ലും ഇഷ്ടികയും ഇരുമ്പ് ദണ്ടുകളുമായി വളഞ്ഞാക്രമിച്ചുവെന്ന് ഇ ഡി. മരണം സംഭവിക്കുക എന്ന പൂർണ്ണ ബോധ്യത്തോടെയുള്ള ആക്രമണം ആസൂത്രിതമെന്നും ഇ ഡി. CPM ആക്രമണത്തിന് പിന്നിൽ വലിയ ക്രിമിനൽ ഗൂഢാലോചനയെന്നും കോടതിയിൽ അറിയിച്ചു. ശ്യാം ദേവരാജ് വിവരങ്ങളുമായി ചേരുകയാണ്. ശ്യാമ, ഇളവുകൾ ഉണ്ടാകുന്നുവെന്ന തോന്നലിന്റെ പേരിലാണ് ഇ ഡി ഈ കേസിൽ കക്ഷി ചേരാൻ തന്നെ തീരുമാനിച്ചത്. ഗുരുതരമായ വാദങ്ങളാണ് ഉന്നയിക്കുന്നത്. മധു, ഈ കേസിൽ പലതിലും ഇ ഡിയെ CPM പ്രവർത്തകർ കക്ഷി ചേർത്തിട്ടുണ്ട്. അതായത് പ്രതികളായ CPM പ്രവർത്തകർ കക്ഷി ചേർത്തിട്ടുണ്ട്. ഒരു കേസിലാണ് കക്ഷി ചേർക്കാതെയുള്ളത്. ആ കേസിലുള്ള കക്ഷി ചേർക്കണമെന്ന അപേക്ഷയാണ് ഇ ഡി നൽകിയത്. അതിനപ്പുറത്തേക്ക് ഇ ഡി ഉദ്യോഗസ്ഥരെ CPM പ്രവർത്തകർ തിരുവനന്തപുരത്ത് പ്രതിപക്ഷ നേതാവിന്റെ വസതിക്ക് മുന്നിൽ വെച്ച് ആക്രമിച്ച കേസിൽ പ്രതികളുടെ ജാമ്യാപേക്ഷയെ ഹൈക്കോടതിയിൽ കടുത്ത രീതിയിലാണ് ഇ ഡി എതിർക്കുന്നത്. ഇ ഡി കൊടുത്ത മറുപടി, ഹൈക്കോടതിയിൽ നൽകിയ മറുപടി ഇങ്ങനെയാണ്: പരിശോധനയ്ക്ക് ശേഷം മടങ്ങിയ ഉദ്യോഗസ്ഥരെ CPIM പ്രവർത്തകർ കൂട്ടമായി വളഞ്ഞു, സംഘം ചേർന്ന് വളഞ്ഞു. ഈ ഉദ്യോഗസ്ഥർ കല്ലും ഇഷ്ടികയും ഇരുമ്പ് ദണ്ടുകളുമായി ഇ ഡി ഉദ്യോഗസ്ഥരെയും സുരക്ഷാ ഉദ്യോഗസ്ഥരെയും ആക്രമിച്ചു. മരണം സംഭവിക്കുക എന്ന പൂർണ്ണ ബോധ്യത്തോടെയായിരുന്നു ആക്രമണം. ആക്രമണത്തിൽ ഇ ഡി ഉദ്യോഗസ്ഥരും CRPF ജവാനും മാത്രമല്ല ഇവർക്കൊപ്പം ഉണ്ടായിരുന്ന ഡ്രൈവർക്കും ഗുരുതരമായി പരിക്കേറ്റു. ആക്രമണം മുൻകൂട്ടിയുള്ള ആസൂത്രണത്തിന്റെ ഭാഗമാണ് എന്നുകൂടി ഇ ഡി ഹൈക്കോടതിയിൽ നിലപാടെടുക്കുന്നുണ്ട്. ഉണ്ടായത് സംഘടിതവും ആസൂത്രിതവുമായ ആക്രമണമാണ് CPIM പ്രവർത്തകരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. CPIMന്റെ ആക്രമണത്തിന് പിന്നിൽ വലിയ ക്രിമിനൽ ഗൂഢാലോചനയുണ്ട്. വാഹനം തകർത്തതിലൂടെ 3 ലക്ഷം രൂപയുടെ നാശനഷ്ടമുണ്ടായി എന്നുകൂടി ഇ ഡി ഹൈക്കോടതി അറിയിക്കുന്നുണ്ട്. മാത്രമല്ല, ആയുധങ്ങൾ കണ്ടെടുത്തതുകൊണ്ട് മാത്രം ഇതിന്റെ അന്വേഷണം പൂർത്തിയാവില്ല. നിയമവിരുദ്ധമായി സംഘടിച്ചതിന് പിന്നിൽ ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തുക എന്ന ലക്ഷ്യം കൂടിയുണ്ട്. ഇ ഡിയുടെ ഭാഗം കേൾക്കാതെ ജാമ്യാപേക്ഷയിൽ തീരുമാനമെടുക്കരുത് എന്ന കാര്യവും കൂടിയാണ് ഇ ഡി ഹൈക്കോടതി അറിയിച്ചത്. ഈ പ്രതികളുടെ ജാമ്യാപേക്ഷ, CPIM പ്രവർത്തകരുടെ ജാമ്യാപേക്ഷ നാളെ ഹൈക്കോടതി വാദം കേൾക്കാനിരിക്കെയാണ് ഇ ഡി ഹൈക്കോടതിയിൽ മറുപടി നൽകുന്നത്. ശ്യാം ദേവരാജാണ് വിവരങ്ങൾ നൽകിയത്. ഹൈക്കോടതിയിൽ ഇ ഡി ഗുരുതരമായ ആരോപണങ്ങളാണ് ഉന്നയിച്ചിരിക്കുന്നത്. മനഃപൂർവ്വം ജീവനഷ്ടം ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി കല്ലും ഇഷ്ടികയും ഇരുമ്പ് ദണ്ടും അടക്കം ഉപയോഗിച്ച് ആക്രമിച്ചു എന്നുള്ളതാണ് ഇ ഡി ഉന്നയിക്കുന്ന വാദങ്ങൾ.